ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. മദ്യം ഉപയോഗിക്കാതിരുന്നതുകൊണ്ടാകാം മദ്യത്തിൽ അടിമുടി മുങ്ങിക്കിടക്കുന്നവരോട് എന്തോ എപ്പോഴോ ഒരു അകൽച്ച. എനിക്ക് നിങ്ങൾ ഫ്ലാറ്റൊന്നും വാങ്ങിത്തരണ്ട, ഞാൻ ഓൾറെഡി കുടിച്ച് ഫ്ലാറ്റായി മാറിയില്ലേ എന്ന് പറഞ്ഞ കവിയുടെ നർമ്മം കറുത്ത നർമ്മമാണെങ്കിലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുവെന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്നൊക്കെ മറ്റൊരു കവി എഴുതുമ്പോൾ അങ്ങനെ മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതമാക്കി മാറ്റേണ്ടതാണോ ഈ ജീവിതം എന്നൊരു ചിന്ത അതും മനസ്സിലങ്ങനെ വന്നു നിന്നിട്ടുണ്ട്. പിന്നെ കുടിച്ച് ഫ്ലാറ്റായി പെരുവഴിയോരത്ത് കിടക്കുന്നവരെയൊക്കെ കാണുമ്പോൾ സഹതാപം തോന്നാത്തത് എന്തേ എന്നൊരു കുറ്റപ്പെടുത്തൽ ഉള്ളിൽ. അതുമല്ലെങ്കിൽ ജോൺ അബ്രഹാമിനെ പോലുള്ള ആളുകൾ മദ്യം കുടിച്ച് മതോന്മത്തനായി അങ്ങനെ നടക്കുമ്പോൾ അയാൾക്ക് ഈശോയുടെ പരിവേഷം എന്നൊക്കെ മറ്റു ചില കവികൾ വാഴ്ത്തിപ്പാടുന്നു കേൾക്കുമ്പോൾ അപ്പോഴും അറിയാത്തൊരു അകൽച്ച. വീണ്ടും കാർട്ടൂണുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉടുതുണി കയ്യിൽ എടുത്തു വെച്ചിട്ട് പൂർണ്ണ നഗ്നനായി ഈ തുണി മാറുവാൻ ഒരു മറ തേടി നടക്കുന്നു എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണുമ്പോൾ അപ്പോഴും ഉള്ളൊരു പുച്ഛം. ഇതൊക്കെ മദ്യത്തെക്കുറിച്ചും മദ്യപാന്മാരെക്കുറിച്ചുമുള്ള ഓർമ്മക്കുറിപ്പുകൾ. എൻ്റെ കയ്യിൽ ഒരു പുസ്തകം, ഒരു മദ്യാസക്ത രോഗിയുടെ ആത്മകഥ എന്ന പേരിൽ കുടിയൻ്റെ കുമ്പസാരം. തനി പച്ച മനുഷ്യൻ ഒരാൾ പച്ച ഭാഷയിൽ ഹൃദയത്തെ തൊട്ട് മദ്യത്തിൽ അടിമുടി മുങ്ങിക്കിടക്കുന്ന ഒരാളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറയുന്നു. പിന്നെ അയാളെങ്ങനെ മദ്യത്തിൻ്റെ വഴിയിൽ നിന്നും ജീവിതത്തിൻ്റെ ലഹരിയിലേക്ക് മടങ്ങി വന്നുവെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകം തീർത്ഥയാത്രയുടെ അനുഭവം എനിക്കും ഏതൊരു വായനക്കാരനും സമ്മാനിക്കുന്നുണ്ടാകാം. ഡോക്ടർ ജോൺസ് മംഗലം അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫസർ, 2 MA നേടിയയാൾ, 2 റാങ്ക് നേടിയയാൾ, പ്രൊഫസറായി പ്രവർത്തിച്ചതിന് ശേഷം പിന്നെ വക്കീലാകുവാൻ വേണ്ടി LLB എടുത്തയാൾ, PhD-കാരൻ. അദ്ദേഹത്തിന് തന്നെ സ്വന്തം ഭാഷയിൽ എനിക്കറിയാമായിരുന്നു എനിക്കെന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. അതിൻ്റെ അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിന് അപ്പുറത്ത് കിടന്നവർ അപൂർവം, ഡിഗ്രി വരെ എത്തിയവർ വിരളം, പോസ്റ്റ് ഗ്രാജുവേഷനുള്ളവർ അപൂർവം. ഒരേ ഒരുത്തൻ ഞാനൊഴികെ മറ്റാർക്കും എൻ്റെ റാങ്കും 2 MAയും ഒരു PhD-യും കൂടാതെ LLB-യും ഉണ്ടായിരുന്നു. കോട്ടും ഗൗണും, വക്കീലെന്ന മേൽവിലാസം, കേരളവർമ്മയിലെ പഴയ അധ്യാപകൻ. എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ അവരിൽ കാണാൻ കണ്ണുള്ളവർ ആരും എന്നെ ഉപദേശിക്കുവാൻ ഒരുമ്പിട്ടില്ല. ഇതൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനി പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹൃദയത്തെ തൊടുന്ന എന്തൊക്കെയുണ്ട്. ഏതോ ഒരു പച്ച മനുഷ്യൻ തനി നാടൻ ഭാഷയിൽ അയാൾ നടന്ന വഴികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. ആദ്യം മാതാപിതാക്കന്മാരെക്കുറിച്ച്. കുടിയേറ്റ ഗ്രാമത്തിലെ ആൾ ദൈവങ്ങളെ പോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ 2 പേരും സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലെ അധ്യാപകർ, 3 തലമുറകളിലെ ആളുകളെ പഠിപ്പിച്ചവർ. കല്യാണമെല്ലാം നടക്കുമ്പോൾ വധൂവരന്മാർ ഇവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പിന്നെ വെറ്റിലയും മറ്റും സ്വീകരിച്ച് അനുഗ്രഹിച്ചു വിടുന്ന അത്രയ്ക്ക് ആളുകളിൽ സ്വാധീനമുള്ള 2 പേർ. പക്ഷെ ഈ മാഷ് എല്ലാവർക്കും വേണ്ടി അപേക്ഷ എഴുതി കൊടുക്കുവാൻ ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന ഒരുപക്ഷെ ഏക ആളായ വ്യക്തി, പിന്നെ നിർത്തിയ വരയിൽ നിർത്തുവാനുള്ള കപ്പാസിറ്റിയുള്ള അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം പിന്നീട് കൊട്ടൂടി മാഷ് എന്നറിയപ്പെടാൻ തുടങ്ങുന്നു. കാരണം അദ്ദേഹവും മദ്യപിച്ച് തുടങ്ങുന്നു. ആ മദ്യപിച്ച് തുടങ്ങുന്നതിനും ഒരു കാരണമുണ്ട്. ഇദ്ദേഹം എഴുതുന്നു, ഡോക്ടർ ജോൺസ് എഴുതുന്നു, തൻ്റെ അപ്പൻ മാഷ് വലിയ ഹൃദയമുള്ള ആളായിരുന്നു. ശവമടക്കിനും വിവാഹത്തിനും അടിയന്തരങ്ങൾക്കും എല്ലാത്തിനും അദ്ദേഹം ചെല്ലും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾക്ക് വേണ്ടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യും. കാരണം ഇദ്ദേഹം ഒരു മധ്യസ്ഥനാണല്ലോ.
എല്ലാവർക്കും എല്ലാമായി മാറുന്നയാൾ. അപ്പോൾ മരിച്ചവരുടെ ദുഃഖമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം അലിയുന്നുണ്ടാകാം. അതുകൊണ്ട് വലിയ ഹൃദയത്തിൻ്റെ ദുഃഖം മാറ്റാൻ വേണ്ടി കരൾ ഉരുക്കി കള്ളു കുടിച്ച് അങ്ങനെ അദ്ദേഹം കൊട്ടുകൂടി മാഷായിട്ട് മാറുന്നു. അവരുടെ നാട്ടിൽ തീത്തൈലം എന്നാണ് ഈ കൊട്ടോടിയെ ആളുകൾ വിളിക്കുക. ശരിക്കും സിരകളെ മുഴുവൻ ഉരുക്കിക്കളയുന്ന മട്ടിൽ ഈ തീത്തൈലം അയാളിലേക്ക് ഒഴുകി ഇറങ്ങിയിട്ടുണ്ടാകാം. അമ്മയാകട്ടെ ടീച്ചറാണ്, പുറത്ത് എല്ലാവർക്കും ആരാധ്യ. പക്ഷെ അകത്ത് ഇദ്ദേഹം പറയുന്നു സഞ്ചരിക്കുന്ന കോളാമ്പി പോലെ അപ്പൻ്റെ കട്ടിലിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ ദുർവിധി. ഈ അപ്പൻ മാഷ് എന്തൊക്കെ ചെയ്യുന്നു? മദ്യപിച്ച് മതോന്മത്തനായി കഴിയുമ്പോൾ ഭാര്യയെ തല്ലി ചതച്ചെന്ന് വരാം, പിന്നെ കേട്ടാലറക്കുന്ന തെറി പറഞ്ഞെന്ന് വരാം. തെറിവാക്കും എതിർവാക്കും മറുവാക്കുമൊന്നും പറയാതെ തളം കെട്ടി നിൽക്കുന്ന ദുഃഖം പോലെ ഭാര്യ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും. മകനാകട്ടെ ഈ അപ്പൻ്റെ ഇത്തരത്തിലുള്ള ശാഠ്യങ്ങൾക്കു മുമ്പിൽ ആദ്യം അമ്പരന്നും പിന്നെ പ്രതിരോധിച്ചും അങ്ങനെ ഇദ്ദേഹത്തിനു വേണ്ടി മദ്യം വാങ്ങാൻ വേണ്ടി ചാരായക്കടക്കാരൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന രംഗമാണ് ആദ്യത്തെ അറപ്പുളവാക്കുന്ന രംഗം. അപ്പം പറഞ്ഞുവിടും, സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക. ഈ ജോൺസിൻ്റെ തൻ്റെ ഭാഷയിൽ കണ്ടൻ പൂച്ചകൾക്കിടയിലെ ചുണ്ടല് പോലെ പതുങ്ങി പരിങ്ങി ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്നു. എല്ലാവർക്കും ഇവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്താണ് വാങ്ങിക്കേണ്ടത്. അപ്പൻ്റെ ഭാഷയിൽ സാധനം തയ്യാറായിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ കണ്ടൻ പൂച്ചകൾ ചോദിക്കും എന്ത് സാധനം? പിന്നെ അവൻ തന്നെ പറയണം ചാരായം. അങ്ങനെ ചാരായവുമേറി മുഖം താഴ്ത്തി നാണം കെട്ടവനായിട്ട് കണ്ടൻ പൂച്ചകൾക്കിടയിലെ ചുണ്ടലിയായിട്ട് അവൻ പിന്നെ വീട്ടിലേക്ക് മടങ്ങി വരും. ഈ ചാരായം കണ്ടു തുടങ്ങുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ചാരായത്തിൻ്റെ ലഹരി വഴികളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഇനി അപ്പനും മകനും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷേ മരിച്ചുപോയ ഒരാളെ കുറ്റപ്പെടുത്താൻ ഞാനാരെ, ഒരു പക്ഷേ മകൻ്റെ വഴികളെ വല്ലാതെ തെറ്റിക്കുന്നതിൽ അപ്പനുമുണ്ടാകാം ഒരുപാട് ദുസ്വാധീനം. നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു ഈ കുട്ടി, ഏറ്റവും മുൻപിൽ ഇരുന്നയാൾ. അപ്പന് ഒരു തവണ ഉത്തരം തെറ്റിച്ചതിൽ വലിയ ദേഷ്യം, അതുകൊണ്ട് അവനെ പുറകിലേക്ക് മാറ്റിയിരുത്തുന്നു. പുറകിലേക്ക് മാറ്റിയിരുത്തുമ്പോൾ ഹൃദയത്തിൽ നിന്നുകൂടി ഒരാളെ പടിയടച്ച് പിണ്ടം വെച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് മറ്റൊരാളെ മുന്നിൽ കയറ്റിയിരുത്തുന്നു. ഇനി ഇവന് തെറ്റുമ്പോൾ നിനക്ക് ശരിയായ ഉത്തരം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിനക്ക് മുന്നിലേക്ക് കയറിയിരിക്കാം എന്നാണ് പറയുക. പക്ഷേ മകന് വാശി അപ്പനെ തോൽപ്പിക്കുവാൻ മാത്രം. തോൽപ്പിക്കുവാനുള്ള കടുത്ത വാശിയോടുകൂടി ശരി ഉത്തരം അറിയാമായിരുന്നിട്ടും അയാൾ ശരി പറയുന്നതേയില്ല. അപ്പനെ തോൽപ്പിക്കുവാൻ വേണ്ടി ശരിയുത്തരം അകത്തടച്ചു വെച്ചും മൗനം ദീക്ഷിച്ചിരുന്ന ഒരു മകൻ. വീണ്ടും വീട്ടിലൊരു നായയെ അപ്പൻ ഓമനിച്ച് വളർത്തുന്നുണ്ട്. പുറത്തുപോയി വരുമ്പോൾ എത്ര ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നായയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ ശ്രമിച്ചുകൊണ്ട് മകനെ നോക്കിക്കൊണ്ട് ഇയാൾ പറയും, ഇക്കാലത്ത് നായയെ വളർത്തുന്നതാണ് നല്ലത്, അത് വാലാട്ടെങ്കിലും ചെയ്യും. മക്കളാകുമ്പോൾ വാലാട്ടാൻ പറ്റില്ലല്ലോ. അപ്പൻ്റെ മുമ്പിൽ വാലാട്ടാൻ മകൻ തയ്യാറല്ലാത്തത് കൊണ്ടായിരിക്കാം മകൻ്റെ ഹൃദയത്തിലേക്ക് അപ്പനും സ്ഥാനമില്ല, അപ്പൻ്റെ ഹൃദയത്തിലേക്ക് മകനും സ്ഥാനമില്ല. ഇനി അപ്പൻ തറവാട് വിറ്റും പെരുന്നാൾ നടത്തിയിട്ടുണ്ട്. തറവാട് സ്വത്തൊക്കെ പെരുന്നാൾ നടത്താൻ വേണ്ടി വിറ്റ് മുടിച്ച ഒരു അപ്പനോട് മകന് വലിയ അഭിമാനമോ അടുപ്പമോ അല്ല, ദേഷ്യം മാത്രമാണ് ഉണ്ടാവുക. ഇങ്ങനെ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം വഷളാകുമ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ലഹരി തേടി ഇയാൾ മറ്റു വഴികളിലേക്ക് നടന്നതാകാം. പക്ഷേ മദ്യപിക്കുവാനുള്ള തുടക്കമിടുന്നത് അതിനും കാരണക്കാരൻ അപ്പൻ തന്നെയാണ്. അകാരണമായിട്ട് അപ്പൻ മകനെ കുറ്റം വിധിക്കുന്നു. സത്യത്തിൽ തീർത്തും നിഷ്കളങ്കൻ ഈ പയ്യൻ. നിഷ്കളങ്കനായ പയ്യൻ അപ്പൻ്റെ മുന്നിൽ
എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിഷ്കരണം വിധിക്കപ്പെടുന്നവനായി മാറുന്നു. അസംബ്ലിയിൽ ഒരുമിച്ച് ആളുകൾ നിൽക്കുമ്പോൾ ഇയാൾ അവനെ തല്ലുന്നു, ചെയ്യാത്ത തെറ്റിന്. ഈ ചെയ്യാത്ത തെറ്റ് തൻ്റെ മേൽ ആരോപിച്ച അടുത്ത സുഹൃത്തിനെ എങ്ങനെയെങ്കിലും തരപ്പെടുത്തണം, അവനെ കൊല്ലണം എന്നൊക്കെയുള്ള ദേഷ്യമാണ്. ഇനി കൊന്നില്ലെങ്കിലും അവനെ തല്ലുകയെങ്കിലും വേണം. ഈ ആഗ്രഹത്തോടു കൂടി ഇയാൾ ഇങ്ങനെ കുതിച്ച് പാഞ്ഞു പോവുകയാണ്. അവനൊരു ബലം വേണമല്ലോ. മറ്റൊരു സുഹൃത്താണ് മഷിക്കുപ്പിയിൽ ചാരായം നിറച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. 7ാം ക്ലാസ്സിലെ ഈ പയ്യൻ ചാരായം കുടിച്ച് കരുത്ത് നേടി ഈ കടമെടുത്ത കരുത്തോടുകൂടി പഴയ ചങ്ങാതിയെ മലർത്തിയടിച്ച് സന്തോഷിച്ചു. അതൊരു തുടക്കമാണ്. ആ തുടക്കത്തിന് ശേഷം പിന്നെ കള്ളു പരാക്രമങ്ങളുടെ ഒരു ലോകത്തിലേക്ക് ഇയാൾ കൂപ്പുകുത്തുകയാണ്. കള്ളു കുടിക്കുന്ന വ്യക്തി വെറുമൊരു പൂജ്യമാണ്. ഇയാൾ പറയുന്നു, സത്യത്തിൽ ഞാൻ ജനിച്ചത് വിഡ്ഢിദിനത്തിലായിരിക്കാം, ഞാൻ മരിക്കുന്നതും ഒരു വിഡ്ഢിദിനത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുക. അതുകൊണ്ട് തന്നെ സ്വയം വിഡ്ഢിവേഷം കെട്ടിയ ആൾ എന്ന് ഇദ്ദേഹത്തെ തന്നെ ഇദ്ദേഹം വിളിച്ചു തുടങ്ങുന്നു. പിന്നെ കള്ളു കുടിക്കുന്നവൻ്റെ പരാക്രമങ്ങളുണ്ട്. പരാക്രമങ്ങൾ ഒരുപക്ഷെ അകത്തെ ബലഹീനതകളൊക്കെ മറച്ചു വെക്കാനാകാം. അതുമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയാകാം. തൊട്ടടുത്ത വീട്ടിലെ കല്യാണ ശാലയിലേക്ക് ഇദ്ദേഹം കടന്നു ചെല്ലുന്നൊരു രംഗം ഇദ്ദേഹം പറയുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ നവവധുവായി വന്ന പെൺകുട്ടിയെ ഇദ്ദേഹം സമീപിച്ചിട്ട് കയ്യുടെ വിറ മാറ്റുവാനുള്ള 100 രൂപ കടം ചോദിക്കുകയാണ്. കാരണം 100 രൂപ കിട്ടിയാലേ കള്ളു കുടിച്ച് വിറ മാറ്റാൻ പറ്റുകയുള്ളൂ. ഇദ്ദേഹം പ്രൊഫസറായിരുന്നു, വക്കീലായിരുന്നു, PhD-കാരനാണ്, 2 MA-കാരനാണ്, എന്തിന് 2 റാങ്ക് നേടിയിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്ക് ഇത്രയും താഴാൻ പറ്റുമോ? പണ്ടപ്പൻ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ദിവസങ്ങളിൽ, ജോൺസിൻ്റെ തന്നെ ഹണിമൂൺ ദിവസങ്ങളിൽ മകൻ്റെ ഭാര്യയുടെ അലമാര കുത്തി തുറന്ന് അതിലെ സ്വർണവും മറ്റും എടുത്തു കൊണ്ടുപോയി പണയം വെച്ച കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മദ്യപിക്കുന്ന ആൾ ശരിക്കും ചവറ്റുകൊട്ടയിലെ ഏത് അവശിഷ്ടം പോലെയായി മാറിപ്പോവുകയാണ്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ വരികയും ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം പരാക്രമങ്ങളുടെ കഥകളൊക്കെ പറയുമ്പോൾ ജോൺസ് എന്ന ഈ പച്ച മനുഷ്യൻ എഴുത്തുകാരന് അഭിമാനബോധമൊന്നുമല്ല, മറിച്ച് കുറ്റബോധത്തോടു കൂടി ലോകത്തിൻ്റെ മുഴുവൻ നടത്തുന്ന കുമ്പസാരമാണ്. 25 പൈസ മുഴുവൻ കൊടുക്കുവാൻ പറ്റാത്ത നിമിത്തം ഒരു ചാരായക്കടയിൽ അപമാനിതനാക്കപ്പെട്ട കാര്യവും പറയുന്നുണ്ട്. അതിരാവിലെ കൈനീട്ടം കൊടുക്കാനെന്ന മട്ടിൽ ചാരായക്കടയിലേക്ക് ചെന്നതാണ്. അങ്ങനെ ചാരായക്കടയിലേക്ക് ഇദ്ദേഹം ചെല്ലുമ്പോൾ കൃത്യമായ പൈസയില്ല, 25 പൈസയുടെ കുറവ്. ചാരായക്കടക്കാരൻ ക്രുദ്ധനാകുന്നു, അലറുന്നു. അയാൾ പറയുന്നു, കൈനീട്ടമാണ്, ഇന്നത്തെ ദിവസം തന്നെ നീ തീർത്ത് കളയാനുള്ള തീരുമാനത്തോടെ വന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ നിൽക്കുക. ഈ കുടിച്ചത് മുഴുവൻ അകത്ത് ഉറഞ്ഞു പോകുന്ന പോലെയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ഇയാൾ കൈ നീട്ടി നിൽക്കുന്ന അവസ്ഥ വരുന്നു. മറ്റൊരിക്കൽ കുടിച്ച് ഉന്മത്തനായി കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള സാഹസികൻ പുറത്തേക്ക് വരുന്നു. കടുത്ത സാഹസികതയാണ്. ഏതോ ഒരുത്തൻ്റെ പോത്ത്, അതിനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം, കൊന്ന് വിറ്റ് കാശാക്കി ബാറിലുള്ള കടം അടക്കണം. മറ്റൊരു ചങ്ങാതിയുണ്ട് സഹായത്തിന്. അതുകൊണ്ട് ഈ ചങ്ങാതിയുടെ ബലവും അകത്ത് കള്ളിൻ്റെ ബലവും കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അന്യൻ്റെ വസ്തുവും സ്വന്തമാക്കാം എന്നൊരു ചിന്തയാണ്. അന്യൻ്റെ വസ്തുവും സ്വന്തമാക്കി അതിനെ കൊന്ന് അതിൻ്റെ മാംസം വെട്ടി നുറുക്കി പള്ളിക്കവലയിൽ വെച്ച് വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം കുടിക്കാതിരിക്കട്ടെ, കുടിയിൽ നിന്ന് രക്ഷ നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സ്വന്തം ഭാര്യ പള്ളിയിലേക്ക് പോകുന്ന നേരത്ത് ഇദ്ദേഹം ഇങ്ങനെ ചോരയിൽ കുതിർന്ന് ഇറച്ചി കച്ചവടക്കാരനായിട്ട് ഇരിക്കുന്നുണ്ട്. ഭാര്യ പോലും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് വേദനയുണ്ടോ? ഡോക്ടർ ജോൺസ് എഴുതുന്നുണ്ട്, വേദനയുണ്ട്. കള്ളുകുടിയൻ്റെ വേദന പക്ഷെ പുറത്ത് പറയാനാവാത്ത വേദനയാണ്. കള്ളുകുടിയനെ പോലെ വേദനയിൽ ലഹരി കണ്ടെത്തുന്ന വേറെ ആരും ഉണ്ടാവില്ല. വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ
എന്ന് പണ്ട് കവി എഴുതിയത് ഇതുപോലെ മദ്യപിച്ച് ഉന്മത്തനായിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ വേദനയെ ഒരു സുഖമാക്കി മാറ്റിക്കൊണ്ട് ആൾക്കൂട്ടത്തിൽ തനിയെ ഒരാൾ മെല്ലെ ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ പോകുമ്പോൾ കുറേ ബുദ്ധിജീവികളുടെയൊക്കെ കോണ്ടാക്റ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് വളരെ രസകരമായിട്ട് എഴുതുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് കള്ളു കുടിക്കുന്നത് ബുദ്ധിജീവികളുടെ ഇടയിൽ ഒരു ഫാഷനായി ചില നേരങ്ങളിലെങ്കിലും മാറാറുണ്ട്. അങ്ങനെ മാറുമ്പോൾ പ്രശസ്തരായ പല കലാകാരന്മാരുമൊക്കെ ഇങ്ങനെ കള്ളുകുടിയൻ്റെ വേഷം കെട്ടി നടക്കുമ്പോൾ അതിലൊരു ഹീറോയിസം കണ്ടെത്തുകയാണ്. ഇദ്ദേഹം പറയുന്നു, ചമ്മൽ കൂടാതെ ആരോടും എന്തും ചോദിച്ചറിയാനുള്ള ധൈര്യം പലപ്പോഴും കള്ള് തരുന്നുണ്ട്. ജോൺ എബ്രഹാം മുഴുക്കുടിയനായിരുന്നിട്ടും ചെറുപ്പമായിരുന്നു, അതിലും ചെറുപ്പമായിരുന്നു അയ്യപ്പൻ. ഇവരൊക്കെ കള്ളിൻ്റെ ഒരു ലോകത്തുകൂടി സഞ്ചരിച്ചവർ കൂടിയാണ്. സുരാസുവിൻ്റെ കണ്ണുകളിൽ അഗ്നി ഒരിക്കലും അണഞ്ഞു കണ്ടിട്ടില്ല. അപ്പോൾ ഈ അണഞ്ഞു പോകാത്ത അഗ്നിക്ക് കാരണം ഒരുപക്ഷെ അകത്തെരിയുന്ന ചാരായമാകാം എന്ന് ബുദ്ധിജീവികളൊക്കെ കരുതി കാണണം. കള്ളു കുടിച്ച് അലസ ഭാവങ്ങളോടെ അലസ വേഷത്തോടു കൂടി അങ്ങനെ നടക്കുമ്പോൾ ഇവർ സത്യത്തിൽ ബുദ്ധിജീവികൾ തന്നെയെന്ന് ലോകം അംഗീകരിക്കുന്നു എന്നൊരു മട്ടാണ്. ഒരിക്കലും കുളിക്കാതെ, നല്ല വസ്ത്രങ്ങൾ അണിയാതെ, പീഡികത്തിണ്ണയിലും മറ്റും അഭയം കണ്ടെത്തി ലോകത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ലോകത്തിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾക്ക് ബുദ്ധിപരിവേഷം കൈവരുന്നുണ്ടാകാം. അങ്ങനെ ബുദ്ധിപരിവേഷം കൈവരുന്ന ഒരവസ്ഥയെക്കുറിച്ച് കൂടി ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ വഴികളിലൂടെ നടക്കുക. ഇതിനിടയിൽ ചങ്ങാതിമാരൊക്കെ വന്നും പോയും മാറി മറിഞ്ഞുമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നു, ടോംസിൻ്റെ പുസ്തകത്തിൽ കാർട്ടൂണിലെ ആ ഒരു വട്ടം പോലെയാണ് സുഹൃത്തുക്കളൊക്കെ. അവരെല്ലാവരും കൂടെ നിൽക്കും, പക്ഷേ ഇയാളെ ഒന്നിനും കൊള്ളില്ല എന്ന അവസ്ഥ വരുമ്പോൾ എല്ലാവരും പോയി കളയും. അതുമൊരു സ്വാഭാവികതയായി മാറുന്നു. ഇയാൾ പണ്ട് എന്തൊക്കെയായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. പൈസയില്ലാതെ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായി മാറുമ്പോൾ പതുക്കെ പതുക്കെ ചങ്ങാതിമാരൊക്കെ അവരവരുടെ വഴികളിലേക്ക് നടന്നു പോകും. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് ഇങ്ങനെ ഒരു ഒഴിയാബാധയെ എത്ര നാൾ താങ്ങിക്കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇയാൾ ഒറ്റക്കാകുമ്പോൾ തളം കെട്ടി നിൽക്കുന്ന ദുഃഖം പോലെ വീട്ടിനകത്താവുമ്പോൾ ആരാണ് പിന്നെ കൂടെ നിൽക്കുക? ഒരു കഥാപാത്രം അമ്മ കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ജീവിതത്തെ തൊടുന്നൊരു കഥാപാത്രമായിട്ടുള്ളത് ഭാര്യയാണ്. ഹണിമൂൺ ദിവസങ്ങളിൽ തന്നെ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായവൾ. അന്ന് ഇവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് എത്തുന്ന അമ്മായപ്പൻ, അതായത് കൊട്ടോടി മാഷ്, അദ്ദേഹം ചാരായക്കുപ്പികളുമായിട്ടാണ് വരിക. അപ്പോൾ കണ്ടും തുടങ്ങുന്നത് ഈ കാഴ്ചയാണ്. പിന്നീട് ഈ ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഭർത്താവ് കൈകൾ വിറക്കുന്നവനായിട്ടാണ് കൂടെ നിൽക്കുന്നത്. അയാൾക്കും വേണം ചാരായത്തിൻ്റെ ലഹരി. പക്ഷെ അന്ന് തുടങ്ങി ഇദ്ദേഹത്തെ ഒരിക്കലും കൈവിട്ട് കളയാതെ നെഞ്ചോട് ചേർത്ത് വെച്ച മട്ടിൽ കൂടെ നിൽക്കുന്നുണ്ട് ഭാര്യ. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ജീവിതം എന്നാണ് പിന്നീട് ഇദ്ദേഹം എഴുതുക. നേർപ്പകുതി സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നേർപ്പകുതിയായി മാറി. ക്ഷീണിച്ചും വിഷമിച്ചും കരഞ്ഞും കണ്ണീരൊഴുക്കിയും എന്നിട്ടും കൂടെ നിന്നും. മറ്റുള്ളവരൊക്കെ കടന്നു പോകുമ്പോഴും കൂടെ നിൽക്കുവാനുള്ള ചങ്കൂറ്റം കാണിച്ച ഈ ഭാര്യയ്ക്കുള്ളതാണ് സത്യത്തിൽ ഈ പുസ്തകം തന്നെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുനർജന്മവും പുനർജനിയുമായി മാറിയത് സത്യത്തിൽ ഭാര്യയാണ്. അവർക്കുള്ള നന്ദിയാണത്രേ, നന്ദി പ്രകടനമാണത്രേ ഈ പുസ്തകം. എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മടക്കയാത്ര ആരംഭിക്കുക? 56-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ പിതാവിൽ നിന്നും പഠിക്കാൻ പറ്റാത്തതൊക്കെ പഠിച്ചെടുത്തു, പഠിക്കേണ്ടതൊന്നും പഠിച്ചെടുത്തില്ല. പിന്നെ എങ്ങനെ ഇയാൾക്കൊരു വിമോചനം ഉണ്ടായി? ഏറ്റവും ഹൃദ്യമായ ഭാഗങ്ങൾ, ഈ 600 പേജുള്ള പുസ്തകത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഭാഗങ്ങൾ അവസാനത്തെ താളുകളിലാണ്. എങ്ങനെയായാലും കുടുംബത്തിനും നാടിനും ഭാരമാണ് എന്ന് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി രംഗബോധമില്ലാതെ കോമാളിയെപ്പോലെ മരണം കടന്നു വരുന്നതിന് മുമ്പ് സ്വയം അങ്ങോട്ട് മാറിക്കൊടുക്കുക. കേട്ടും താഴും മുമ്പേ രംഗത്തു നിന്നും വിടവാങ്ങുക.
സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് തരപ്പെടുത്തുക. ഇതാണ് ഇപ്പോൾ ആഗ്രഹം. ഈ ഇൻഷുറൻസ് തരപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ മനസ്സിലാക്കി ഇദ്ദേഹത്തിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടി വരും. കാരണം ഇദ്ദേഹം ഫിറ്റല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിക്കാരാണ് എത്രയും പെട്ടെന്ന് ചത്തുപോകുന്ന ഒരാൾക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറാവുക? അതുകൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഡോക്ടർ ജോൺ എന്ന പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാന്ത്രിക വിദ്യകൾ പ്രയോഗിച്ച ഡോക്ടറുടെ അടുക്കൽ ചെല്ലുന്നു. ഡോക്ടറുടെ അടുക്കൽ ഇദ്ദേഹം ചെന്നു കഴിയുമ്പോൾ ഡോക്ടർ വളരെ കൂളായിട്ടാണ് ഇദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ഡോക്ടറോട് പറയുന്നു, എനിക്ക് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. ഇത് പറയുമ്പോൾ ഡോക്ടർ വളരെ കൂളായിട്ട് പറയുന്നത്, ബെസ്റ്റ് വിഷസ്, വളരെ നല്ല തീരുമാനമാണ്. നിൻ്റെ കുടുംബത്തിന് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അത് തന്നെയാണ്. നല്ലൊരു ഇൻഷുറൻസൊക്കെ തരപ്പെടുത്തിക്കൊണ്ട് മെല്ലങ്ങ് കടന്നു പോവുക. അങ്ങനെ ഒരു ഉത്തരം ഇദ്ദേഹം ഒരു തരത്തിലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ പോൾ ഇദ്ദേഹത്തെ പതുക്കെ സ്നേഹപൂർവം എന്നാൽ ഹാർഷായിട്ട് തൊടുകയാണ്, കുത്തിമുറിവേൽപ്പിക്കുകയാണ്. കുത്തിമുറിവേൽപ്പിക്കുന്ന അദ്ദേഹത്തോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ്, എന്ത് തരം ഡോക്ടറാണ്? ഒരാൾ മരിക്കണമെന്ന് പറഞ്ഞ് അടുത്തു വരുമ്പോൾ മരിച്ചുകൊള്ളൂ എന്ന് അനുമതി നൽകുന്നു, പിന്നെ എപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഡോക്ടർ ഇതെന്തൊരു ഡോക്ടറാണ്? ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല സാറേ, ഈ മുടിഞ്ഞ കള്ളുകൂടി നിർത്താനായിട്ട് പറ്റുന്നില്ല, എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണം, എന്നിട്ട് ചാകണം എന്നാണ് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞത്. അപ്പോൾ മുതൽ ഇദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കുക, മരണത്തിൻ്റെ വഴിയെ പോവുക. ഇത് പറയുന്ന ഡോക്ടറുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അലിവുണ്ടെന്നും സ്നേഹമുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. ആ സ്നേഹം തിരിച്ചറിയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു സിസ്റ്ററിലൂടെയാണ്. ഇദ്ദേഹം പറയുന്നത്, സിസ്റ്റർക്ക് അമ്മയുടെ രൂപമോ ഭാവമോ ഉണ്ടായിരുന്നു. സിസ്റ്ററെ കണ്ടപ്പോൾ തന്നെ കർക്കശ ഭാവത്തിൽ പെരുമാറാൻ തുടങ്ങിയ അദ്ദേഹത്തോട് സിസ്റ്റർ പറയുന്നു, മോനെ, പതുക്കെ നിനക്ക് ഉറങ്ങാൻ പറ്റും, മോനെന്ന്. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ മോൻ എന്ന് വിളിക്കുക. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറയുന്നു, മോനെ അതൊന്നും വേണ്ട, നിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞങ്ങൾ അനുവദിക്കാം. മെല്ലെ കാച്ചിയ എണ്ണ കൊണ്ട് അവർ ശിരസിൽ തലോടുന്നു. കുരുമുളകും തുളസിയും പന്നീർ ഇലയും നാരകത്തിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കാച്ചിയ ആ പച്ച വെളിച്ചെണ്ണയുടെ മണം, അത് ഒരു നൊസ്റ്റാൾജിക്കാണ്. നൊസ്റ്റാൾജിക്കായി ഗൃഹാതുരത്വം ഉറങ്ങുന്ന കുറേ വഴികളിലൂടെ അദ്ദേഹത്തെ നയിക്കുന്നു. മനസ്സിൽ ആലിപ്പഴം പൊഴിയുന്നു, അതലിഞ്ഞ് ഹൃദയത്തിൽ നനവുണ്ടാക്കുന്നു. പിന്നെ സിസ്റ്ററുടെ മൃദുലമായ ചുളിവ് വീണ കൈകളിൽ പിടിച്ച് ഇയാൾ മുഖം അമർത്തി കരയുന്നു. മോനെന്തിനാ കരയണേ? സിസ്റ്റർ അടുത്തിരിപ്പില്ലേ, മോൻ ഉറങ്ങിക്കോ, ഞാനിവിടെ ഉണ്ടാകും, സാരമില്ല എന്ന് പറയുന്ന കനിവിൻ്റെ മാലാഖയെ പോലെ ഈ കന്യാസ്ത്രീ. സമാധാനമായി നീ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മെല്ലെ മെല്ലെ നടന്നു പോകുന്നു. വീണ്ടും ഡോക്ടർ രംഗത്ത് വരുന്നുണ്ട്. പഴയ ചിരിയോടുകൂടി തന്നെ ഡോക്ടർ ചോദിക്കുന്നു, എന്തായി തൻ്റെ തീരുമാനം? എന്തായി തൻ്റെ തീരുമാനം എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഡോക്ടറിൻ്റെ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു, സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമല്ലോ. ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഇങ്ങനെയാണ്, സാറേ, ലോകത്തൊരു ഡോക്ടറും ചെയ്യാത്ത കാര്യമാണ് സാർ എന്നോട് ചെയ്യുന്നത്. സാറൊരു ഡോക്ടറല്ലേ, ഒരാളെ, അതും കുടി നിർത്താൻ ഇവിടെ വന്ന ആളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക, വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞ് ആ തീരുമാനം ഉറപ്പിക്കുക. ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ അയാളുടെ മുഖത്ത് നോക്കി. ഞെട്ടിയോ? ഇല്ല. ചമ്മൽ? അതുമില്ല. ഇതെന്തു മനുഷ്യനാപ്പാ, ചുമ്മാ ചിരിച്ചുകൊണ്ട് കാതോർത്തിരിക്കുന്നു. വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അവസാനം മറുപടിയായിട്ട് ഡോക്ടർ പറയുന്നൊരു കാര്യമുണ്ട്, വിവരമില്ലാത്ത തന്നോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ജോൺസന് കലി കയറുന്നു. വിവരമില്ലെന്നോ? എന്താണോ വിവരം? ഡോക്ടർ ചോദിക്കുന്നു.
വിവരം, അറിവ്, വകതിരിവ്, ജ്ഞാനം, ബോധം, ബുദ്ധി, ഇതൊക്കെയല്ലേ? അതൊന്നുമല്ല വിവരം. നിനക്ക് ഒരുപാട് വിവരമുണ്ടെന്ന് നീ പറയുന്നു. നിരവധി ക്വാളിറ്റീസ്, ക്വാളിഫിക്കേഷൻസ് ഒക്കെയുണ്ട്. നിനക്ക് വിവരമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നീ ഇങ്ങനെ ചാകാൻ കാത്തു കിടക്കോ? ഒരു മകനും ഭാര്യയും മാത്രമുള്ള സ്വന്തം കുടുംബം പോറ്റാൻ പോലും അറിയാതെ കള്ളും കുടിച്ച് തെണ്ടിത്തിരിഞ്ഞ് നടന്നു. എന്നിട്ട് ഒടുവിൽ ചത്താൽ കാശ് കിട്ടുന്ന ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്നോട് കെഞ്ചേണ്ട ഗതികേടിലെത്തിയ നിനക്ക് സത്യത്തിൽ വിവരമുണ്ടോ? ഇദ്ദേഹം പറയുന്നു, ആ ഒരു നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിലൊരു പുനർജന്മം ആരംഭിക്കുകയാണ്. PhD ഉണ്ടായതുകൊണ്ടോ 2 MA ഉണ്ടായതുകൊണ്ടോ BAക്കും MAക്കും റാങ്ക് നേടിയതുകൊണ്ടോ ഒരുവന് വിവരം ഉണ്ടാകണമെന്നില്ല. വീണ്ടും ഡോക്ടർ പറയുന്നു, ഡ്രാക്കുളയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു തുള്ളി ചോര കുടിച്ചു കഴിഞ്ഞാൽ അയാൾ രക്ഷസായി മാറും. ആൽക്കഹോളിസം ബാധിച്ചവൻ ശരിക്കും ഈ ഡ്രാക്കുളയെ പോലെയാണ്. ഒരു തുള്ളി കുടിച്ചാൽ അവൻ പിശാച് ബാധിതനായി മാറും. കുടിച്ചില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് പറ്റുമെങ്കിൽ വിവരത്തോടു കൂടി പുതിയ ജീവിതത്തിലേക്ക് യാത്ര ആരംഭിക്കുക. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇദ്ദേഹം പിച്ച വെച്ച് തുടങ്ങുന്നു. പിന്നെ അവസാനത്തെ താളിൽ ഡോക്ടർ ജോൺസ് എഴുതുന്നു, അന്ന് തൊട്ടിന്നോളം കുടിച്ചിട്ടില്ല. എൻ്റെ ഒരു ജന്മം ഒടുങ്ങിയതും പുനർജന്മം ആരംഭിച്ചതും ആ നിമിഷം മുതലാണ്. ഇനിമേറെ പറയാനുണ്ട്. അതിന് കഴിയുമോ എന്നെനിക്ക് അറിയില്ല. പാതിബന്ധ കരളുമായി ജീവിതം മുഴുവൻ കൂട്ടുനിന്ന ഭാര്യയോടുള്ള നന്ദിയോടെ, ദൈവത്തോടുള്ള നന്ദിയോടെ ഈ മനുഷ്യൻ പിന്നെ ജീവിതത്തിലേക്ക് മടക്കയാത്ര ആരംഭിക്കുന്നു. ആമുഖമെഴുതിയ ഷൗക്കത്ത് പറയുന്നുണ്ട്, സത്യത്തിൽ ഈ പുസ്തകം കേരളത്തിൻ്റെ വല്ലാതെ വിറങ്ങലിച്ച ഹൃദയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കേരളത്തിൻ്റെ ആത്മാവാണ് ഇതിൽ വിതുമ്പുന്നത്. വെറുമൊരു തമാശയല്ലത്. ഷൗക്കത്ത് ആമുഖത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹാസ്യപരിപാടികളിലൊക്കെ ചിലർ കള്ളുകുടിയന്മാരായി അഭിനയിക്കുമ്പോൾ നമ്മളൊക്കെ പൊട്ടിച്ചിരിക്കും. നിങ്ങളുടെ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ മകനോ ഭർത്താവോ ഒക്കെയാണ് ഇങ്ങനെ കള്ളു കുടിച്ച് ഭ്രാന്തനെ പോലെ പലതരത്തിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കരയുകയല്ലേയുള്ളൂ, ചിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആമുഖത്തിൽ പറയുന്നത് പോലെ ഇതുപോലൊരു പുസ്തകം അകത്തെവിടെയോ കണ്ണീരിൻ്റെ ഒരു അരുവിയെ തുറന്നു വിടുന്നുണ്ട്. നമുക്ക് കള്ളുകുടിയോടുള്ള ദേഷ്യവും വിരോധവും ഒക്കെ മാറി സഹതാപം, ശുദ്ധമായ കരുണ മാത്രം ഉള്ളിൽ നിറയുന്നു. ആ കരുണയോടുകൂടി ഈ കുമ്പസാരക്കാരനെയും ഇതുപോലുള്ള ധാരാളം കുമ്പസാരക്കാരെയും നമുക്ക് കേൾക്കാം. എന്നിട്ട് നമുക്കും സമൃദ്ധമായ ജീവൻ്റെ പച്ചപ്പിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കാം. പ്രിയപ്പെട്ട ചങ്ങാതി, നല്ല യാത്ര നേരുന്നു.